നമസ്കാരം, എൻ്റെ പേര് ബിപിൻ. ഞങ്ങളെല്ലാവരും തമ്മിൽ ഒത്തുചേർന്നിരിക്കുകയാണ്. ഒന്ന് രണ്ട് വിശേഷങ്ങളുണ്ട്, അത് നിങ്ങളോട് ഷെയർ ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളോട് എത്തിയിരിക്കുന്നത്. ലെറ്റ്സ് ഡാൻസ് ലൈഫ് എന്ന് പറയുന്ന ഞങ്ങളുടെ ഒരു പുതിയ പ്രോജക്റ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രൊമോഷൻ ആയിട്ട് ഞങ്ങൾ എല്ലാവരും ഒത്തുചേർന്നിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് സൂരജ്, നമ്മുടെ ഡയറക്ടറാണ്. പിന്നെ പ്രതീഷിനെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ സുപരിചിതനാണ്. ഇത് രേണുവിനെയും ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല, ഞങ്ങളെല്ലാം പുതിയ ആൾക്കാരാണ്. അപ്പോ രേണു, പിന്നെ ഇത് ഭയങ്കര ടെൻഷനാണ്. ആള് ഇപ്പൊ പറഞ്ഞ നമ്മുടെ ഷോർട്ട് ഫിലിമിലെ നായകനായിട്ടാണ്. നായകനാണ്. ആദ്യമായിട്ട് ഫസ്റ്റ് ടൈമാണ് നമ്മൾക്ക് ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ടെൻഷൻ മാത്രമേ ഉള്ളൂ. ആള് എന്തൊക്കെ പറഞ്ഞാലും ആള് പൊളി ആക്ടിങ്ങിൽ ആള് തകർത്താടി ആടിണ്ട്. അത് ഞങ്ങളുടെ റിലീസിംഗ് ടൈം വരുമ്പോൾ നിങ്ങൾക്ക് കാണാം, മനസ്സിലാവും എത്ര മാത്രമല്ലേ ഡയറക്ടറിന്റെ കഴിവും. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും അടിപൊളി. ഞങ്ങള് ഒരു ചെറിയ വേഷമാണ് ഇതിൽ ലിപിനായിട്ട് ചെറിയ ലിപ് ലോക്ക് സീൻ ഉണ്ടായിരുന്നു. അത് ലിപിന് ഭയങ്കര അല്ലെ സാറ് പ്ലാൻ ചെയ്തിരുന്നു. ബിബിൻ ചേച്ചി മറ്റേ ഷൂട്ട് സെറ്റിൽ പോയ സമയത്ത് ബിബിൻ വന്നിട്ട് സാറേ ചേച്ചിന് പെട്ടെന്ന് അങ്ങനെ വിട്ടത് ഒരു ചെറിയ ലിപ് ലോക്ക് സീൻ അല്ലെങ്കിൽ ശരിക്കും അതൊരു രസകരമായ ഒരു ഇൻസിഡന്റ് ആണ്. അത് ലൊക്കേഷനിൽ വരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ശരിക്കും പെട്ടെന്ന് ഇൻവൈറ്റ് ആയിട്ടുള്ള രണ്ടാൾക്കാരാണ് രേണു. അപ്പൊ ഇതില് ഒരു ദിവസം ഞാൻ ഇങ്ങനെ നമ്മുടെ ലൊക്കേഷൻ നടക്കുന്ന ഒരു വീടുണ്ട്. ആ വീട്ടിലോട്ട് ഇങ്ങനെ വന്ന സമയത്ത് രാവിലെ 7 മണിക്ക് ഷൂട്ട്. അപ്പൊ ഞാൻ രാവിലെ 7 മണിക്ക് എത്തി. തലേ ദിവസം ഷൂട്ട് കഴിഞ്ഞിട്ട് എന്റെ ഈ ബാഗ്, എന്റെ കോസ്റ്റ്യൂം എല്ലാം അടങ്ങിയ ബാഗ് ഞാൻ അവിടുത്തെ ബെഡിന്റെ അടിയിൽ വെച്ചേക്കാണ്. അപ്പൊ അവിടെ ആസ് യൂഷ്വൽ അവിടെ നമ്മുടെ ഓണറുണ്ട്, ഓണറുടെ മോളുണ്ട്, എല്ലാവരും ഉണ്ട് താമസിക്കാൻ. അപ്പൊ അടുത്ത ദിവസം രാവിലെ ഞാൻ ഷൂട്ടിങ്ങിലൊക്കെ അവിടെ എത്തിയപ്പോ ഞാൻ എന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് റെഡിയാവുക, ഞാനിങ്ങനെ ഓടി വന്ന് റൂമിലോട്ട് വന്ന സമയത്ത് ബെഡിൽ ആര് കിടക്കുന്നു? ബെഡിൽ ഓണറുടെ മോള് കിടക്കുന്നു. അപ്പോഴാണെങ്കിൽ എനിക്ക് ബെഡിന്റെ അടിയിൽ നിന്ന് എനിക്ക് ബാഗ് എടുക്കണം. അപ്പൊ ഞാൻ ഇത് കണ്ടിട്ട് താഴെ ആണെങ്കിൽ ലൈറ്റ് ക്യാമറ ഡയറക്ടർ അതിന്റെ തിരക്കില് ഇങ്ങനെ നിൽക്കുന്നു. എന്നോട് വന്ന് ചോദിച്ചു. നിതിൻ അസോസിയേറ്റ് ഡയറക്ടറാണ്. നിതിൻ ഇങ്ങനെ സ്ക്രിപ്റ്റ് ഒക്കെ എടുത്ത് ഞാനിങ്ങനെ അപ്പൊ 2 വട്ടം ഇങ്ങനെ ഞാൻ സ്റ്റേർ ഇറങ്ങി നോക്കിയപ്പോ ഇവിടെ ഭയങ്കരമായ അടുത്ത പ്ലാൻ എടുക്കേണ്ട തിരക്കും കാര്യങ്ങളായിട്ടിരിക്കാം. അപ്പൊ ഈ അടുത്ത് എന്ത് ചെയ്യണമെന്ന് അപ്പൊ ഞാൻ വീണ്ടും മുറി പോയപ്പോ കുഞ്ഞു കിടമുണ്ട്. അപ്പൊ ഞാൻ ഇതെന്ത് ചെയ്ത് അടിയിൽ അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു. ഞാൻ അടിയിൽ പോയി പതുക്കെ ഈ പെട്ടി വലിച്ചെടുക്കാന്ന് വിചാരിച്ചു. പെട്ടെന്നായിട്ട് ഈ കുഞ്ഞ് വിളിച്ചിട്ട് പേടിച്ച് വിളിക്കാനുണ്ട്. കുഞ്ഞിന്റെ അച്ഛനുണ്ട്. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും. സ്വന്തമായ വിഷയം കണ്ടും എന്റെ അപ്പ അവിടെ പടാവും. അത് പേടിച്ച് ഞാനിങ്ങനെ നിൽക്കുന്നു. താഴെ ഇറങ്ങി വരുന്നു. ഡയറക്ടറൊക്കെ ഒന്നും റെഡിയാവുന്നില്ല. പിന്നെ നിതിൻ ചോദിക്കുന്നുണ്ട് മേക്കപ്പ് ചെയ്യുന്നുണ്ട്. ഞാനിത് ആ കൺഫ്യൂഷൻ ആയിരിക്കുന്നു. അവസാനം ഞാൻ എനിക്ക് ആരെങ്കിലും പറയാം. ഞാനിങ്ങനെ വന്നിട്ട് പറഞ്ഞു, അത് അവിടെ ബെഡില് കുഞ്ഞ് കിടപ്പുണ്ട്, ഓണയുടെ മോൾ കിടപ്പുണ്ട്. അപ്പൊ അയ്യോ ആണോ എന്ന് പറഞ്ഞു. പറഞ്ഞപ്പോ തന്നെ ഓണയുടെ മോൾ അതുവഴി പോകുന്നു. 2 പിള്ളേർ അതുവഴി പോകുന്നു. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ ആയി. കുഞ്ഞ് പിള്ളേർ അവിടെ നിൽക്കില്ലേ. അപ്പൊ അത് ഞങ്ങളുടെ മോളിൽ ബെഡിൽ ഒരാൾ കിടപ്പുണ്ട്. അയ്യോ ചേട്ടാ അത് രേണുവാണ്. അത് രേണു. ഞാൻ പറഞ്ഞേ ഞാൻ വീണ്ടും ഇതുവരെയുള്ള സ്കേർട്ടൊക്കെ ഇട്ട് ഞാൻ അറിഞ്ഞില്ല വന്നു. വെളുപ്പിനെത്തി. എനിക്ക് തോന്നുന്നു രേണുവിന്റെ മേളിലും വിശാലമായ കിടക്ക, വിശാലമായ പായ. അതായത് ചേച്ചി മോളത്തെ റൂമില് എന്താ പറയുക താഴെ കിടക്കില്ലേ ചോദിച്ചു. ശരിയുടെ റൂം തുറന്ന് പോണു. അവിടെ കട്ടില് കൊണ്ട് ചെറിയ പ്രശ്നം പോയിട്ടുണ്ട്. വീണാടാൻ വിഷമില്ല, ഒറ്റ കിടന്നു. ഉറക്കം കഴിഞ്ഞു. അല്ല അതിനാണ് ബിബിന്റെ വേറെ ഡയലോഗ് ഉണ്ടായിരുന്നു. അപ്പൊ എടാ ഞാൻ പിന്നെ പിള്ളേർ വിളിക്കില്ല. അപ്പൊ പിന്നെ എന്താണ് നമ്മൾ സെറ്റിന് സമയം 9 സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ ഷൂട്ട് തീരുള്ളൂ. ഞാൻ പോയി നോക്കിയപ്പോ 7 ചോദിച്ചാണ് കിടക്കുന്നത്. ചേട്ടാ അവരുടെ 3 പിള്ളേരെ ജയിച്ചില്ലാതെ പൊക്കത്തില്ല. അല്ല നമ്മുടെ ഓണറിന്റെ 2 മക്കളും അതേ ഒരു ഫിസിക്കൽ ഇതുള്ളതാ. അപ്പൊ അങ്ങനെ പിന്നെ നല്ല രീതിയിൽ ഷൂട്ട് ഞങ്ങളൊരു 5-6 ദിവസം ഉണ്ടായിരുന്നു അല്ലേ. 6 ദിവസത്തോളം ഞങ്ങൾ വളരെ സ്റ്റുഡിയോ കിട്ടാണ്ട്
ആ ട്രിവാൻഡ്രം സിറ്റി മൊത്തം നടന്നിട്ടുണ്ട്. അതെ അതെ അതെ. ഞങ്ങൾ ആദ്യമേ ലൊക്കേഷൻ ഉച്ചയ്ക്ക് ശേഷം കരമനയായിരുന്നു. കരമനയ്ക്ക് ശേഷം നേരെ പവർ ഇഷ്യൂ വന്നു. പാപ്പനംകോട് പോയി. പാപ്പനംകോട് വന്നു. സ്റ്റുഡിയോ ഡാൻസിന്റെ ഒരു ഗ്രൂപ്പ് അല്ലേ? ഗ്രൂപ്പ്. അതെ അതെ. വലിയൊരു നല്ല പ്ലേസ് ഉള്ള സ്റ്റുഡിയോ വേണം. ഒന്നാമത് ഇപ്പൊ ഇറങ്ങിയ ഷോർട്ട് ഫിലിമിൽ വെച്ചിട്ട് ഒരു വെറൈറ്റി സബ്ജക്റ്റ് ആണ് ഇത്. ഞാൻ പറയാം, ഏകദേശം നമ്മുടെ ഇങ്ങനെ ഒരു നിലാപക്ഷി എന്ന സിനിമ കണ്ടിട്ടുണ്ടോ? ഉണ്ട് ചാക്കോസിന്റെ. അതില് ഒരു ഡാൻസ് ഫാമിലി. അതെ 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 അതെ. നിങ്ങൾ ഈ ഷോർട്ട് ഫിലിമിലെ കാര്യം പറഞ്ഞാൽ പെട്ടെന്ന് അതാണ് ഓർമ്മ വന്നല്ലേ? യെസ്, വരൂ. അതെ 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 അതെ. ആ സംഭവമൊക്കെയാണ് എനിക്ക് എന്റെ മനസ്സിൽ തോന്നിയത് കേട്ടോ. അങ്ങനെ ഒരു മൂവിയാണ്. അതായത് അങ്ങനെയെന്ന് പറഞ്ഞാൽ ഏകദേശം അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് മൂവിയാണ്. നമുക്ക് പറഞ്ഞു തരാറില്ല, പക്ഷെ ഇതാണ് സംഭവം. ഇങ്ങനെ ഒരു നിലാപക്ഷി എന്ന് പറഞ്ഞ മൂവി നിങ്ങളെല്ലാം ഏറ്റെടുത്തൊരു മൂവിയാണ്. സോ അതുപോലത്തെ ഒരു ഷോർട്ട് ഫിലിമാണ്. നായിക നാളെന്ന് വന്നിട്ടില്ല. അത് ചെറിയ ഒരു ഹെൽത്ത് ഇഷ്യൂ ഉള്ളത്. കാരണം ഇവനിപ്പോ അഭിനയിച്ചതിന് ശേഷം ഫുള്ള് ഡാൻസ് അല്ല, ആള് കറക്കി കൈയൊക്കെ ഇറങ്ങി അവനൊരു 16 ടേക്ക് എടുത്തിട്ടുണ്ടോ? സൂരജാതിനെ വിളിച്ചിട്ട് പറഞ്ഞ് സ്ക്രിപ്റ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്, പിന്നെ വരണം എന്ന് പറഞ്ഞു. ശരി വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ പറയുന്നു. പോയി സ്ക്രിപ്റ്റ് സൂരജ് വായിക്കണം. അങ്ങനെ സ്ക്രിപ്റ്റിൽ വായിക്കും. നീ ഒരു 15 മിനിറ്റ് ഇവിടെ ഇരുന്നു ഇത് വ്യക്തമായിട്ടൊന്ന് വായിക്കുക. ഞാൻ വായിച്ചപ്പോഴല്ല കംപ്ലീറ്റ് ഡാൻസ് സീൻ തൊട്ട് ഡാൻസ്, സ്റ്റുഡിയോ പ്രാക്ടീസ്, റൊമാൻസ്, ഫുള്ള് സംഭവം. അല്ല എന്റെ അടുത്ത് പറഞ്ഞു അതിനിടയിൽ കൂടെ. അല്ലല്ല, സാധാരണ നമ്മളെ ഒരു സ്ക്രിപ്റ്റ് കിട്ടുമ്പോ നല്ലൊരു ക്യാരക്ടർ കിട്ടുമ്പോൾ നമുക്ക് സന്തോഷം. അതെ അതെ. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെ തന്നെയാ, റൊമാൻസ് ഒഴിച്ച് ബാക്കിയെല്ലാം എനിക്ക് പാടായിരിക്കും. ഡാൻസ് നല്ല വോയിസ്. അതെ അതെ അതെ. അല്ല അത് അല്ലല്ല ഡാൻസിനൊരു സാധനം വന്നു. സൗണ്ട് ആരായിട്ടായിരുന്നു? ബിജു കമന്റ് വന്നേ. മനോജ് ബൈജു. അപ്പൊ പറഞ്ഞു മറ്റേ സ്ക്രിപ്റ്റ് വായിക്കാൻ നേരത്ത് റൊമാൻസ് അവസരം കൊടുക്കുക. അടിപൊളിയായിട്ട് ഡബ് ചെയ്യുക. അടിപൊളി. അതെ അതെ അതെ. ക്ലാസിക്കൽ സംഗീതമൊക്കെ നമുക്ക് കറക്റ്റായിട്ട് പാടും. കാര്യത്തിൽ വെച്ച് പാടും. കാറ് പോകുന്ന സമയത്ത് അല്ല ഇത് കഴിഞ്ഞിട്ടൊരു അല്ല അങ്ങനെ പിന്നെ സ്ക്രിപ്റ്റ് വായിക്കുകയായിരുന്നു. സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഹാബിറ്റ് കൂടി. കാര്യം നോക്കിയപ്പോൾ സ്റ്റോറി വളരെ പറ്റില്ല. അപ്പൊ അതിന് ഡാൻസിന് അത്ര ഇമ്പോർട്ടൻസ് ഉള്ളൊരു സ്ക്രിപ്റ്റാണ്. അപ്പൊ അതിൽ ഈ ഡാൻസ് അറിഞ്ഞുകൂടാത്ത ഞാൻ ഡാൻസ് കളിച്ചിട്ട് കുളമായി കഴിഞ്ഞുണ്ടല്ലോ, അതിൽ ക്യാമറ ഫ്രണ്ടിൽ വന്നവർക്കല്ല, അതിന്റെ ബാക്കില് പണിയെടുത്തവർക്കും. അതെ 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 അതെ. അറിയാത്ത നീ 2 സ്റ്റെപ്പ് അറിയാത്ത ഞാൻ നിങ്ങൾക്ക് അത് ഡാൻസ് അല്ല ഇത് കാണുന്നവർക്ക് തന്നെ മനസ്സിലാവും. നമ്മൾ ഒരുപാട് പേരെ നോക്കി അങ്ങനെ ലാസ്റ്റിൽ ഞങ്ങളൊരു പെട്ടെന്നായിരുന്നു വിപിൻ ഇതിലെ നായകൻ. ഞങ്ങളൊരു 4 വർഷം മുന്നേ ഞങ്ങൾ പരിചയക്കാരാണ്, ഒരുമിച്ച് വർക്ക് ചെയ്തവരാണ്, പിന്നെ കോർപ്പറേറ്റ് ലെവലില്. അങ്ങനെയാണ് വിപിനിലേക്ക് എത്തുന്നത്. പക്ഷെ ഡാൻസ് അത് കോൺഫിഡന്റ് ആയിട്ട് അല്ലേ നിതിൻ ഭയങ്കര നന്നായിട്ട് ചെയ്തു. അല്ല അതില് ബ്യൂട്ടിഫുൾ ആയിട്ട് കാണുന്ന വെച്ചാൽ അതിന്റെ അതെ അതെ കൊറിയോഗ്രാഫറിനാണ്. ഞാൻ അതിലേക്കാണ് വരുന്നത്. കാരണം അതെ അങ്ങനെ ഞങ്ങള് കൊറിയോഗ്രാഫറിനെ ഞങ്ങളിങ്ങനെ കണ്ടുപിടിച്ചു. അപ്പം അയാൾക്ക് തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. പിന്നെ അങ്ങനെയാണ് ഞങ്ങൾ അൺഫോർച്ചുനേറ്റ്ലി ഗോപിക എന്ന് പറഞ്ഞ കൊറിയോഗ്രാഫറിനെ ഞങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റുന്നത്. 10-12 ദിവസം നിന്നു. അതെ നിന്നു, നന്നായിട്ട് വർക്ക് ചെയ്തു. ഒരുപാട് സപ്പോർട്ട് ചെയ്തു. അതെ അതെ
കന്നഡ സൂപ്പർ സ്റ്റാർ. എനിക്ക് ഒരു ടവൽ എന്തെങ്കിലും വേണം. സത്യം ദുബായിൽ ഫ്രണ്ട് അയച്ചു തന്നാണ്, ദുബായിന്ന് ഗിഫ്റ്റ് അയച്ചു തന്നാണ്. അത് ബാംഗ്ലൂർ അവിടുത്തെ ബിസിനസ് ഞാൻ പറഞ്ഞ ലുലുമാളിന്റെ ഫ്രണ്ടില് മറ്റേ ഇരിക്കുന്നില്ലേ ആ പാലത്തിന്റെ താഴെ ആ കുട്ടികളെ കളിക്കുന്ന സാധനം അല്ല സത്യല്ലേ സത്യല്ലേ. പക്ഷെ കുഴപ്പമില്ലല്ലോ, ക്യാമറയിൽ കാണുമ്പോഴത്തേക്ക് അത് എത്ര റേറ്റ് നമുക്ക് അറിയാൻ പറ്റില്ല. അതെ അതെ അല്ല, അത് സൂം ചെയ്തൊക്കെ ചിലപ്പോൾ അവർ ക്യാപ്ചർ ചെയ്യും കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര റേറ്റ്, അങ്ങനെയും പോപ്പുലർ ആവട്ടെ, അല്ലെങ്കിൽ അങ്ങനെയും വൈറൽ ആവട്ടെ. അങ്ങനെ നായകൻ സ്ക്രിപ്റ്റിൽ കമ്മിറ്റഡ് ആവുന്നു, ഓക്കെ പറയുന്നു. അതിനുശേഷം ഒരു 3 ദിവസത്തെ പ്രാക്ടീസ് ഉണ്ടായിരുന്നു, ദ ഹോൾ ഡേ അല്ലേ, കംപ്ലീറ്റ്ലി വന്നു. ഒരു ഗോപിക വന്നു, എൻറ്റയർ രാവിലെയും വൈകിട്ടും ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. അങ്ങനെ ഷൂട്ട് സക്സസ്ഫുള്ളി നമ്മൾ തുടങ്ങി. 2ാമത്തെ ദിവസം രേണു പ്രതീക്ഷ വന്നു, കംപ്ലീറ്റ്ലി നിന്നു. അപ്പം പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൊണ്ടും, എല്ലാം അനുഗ്രഹം കൊണ്ടും നമ്മൾ നന്നായിട്ട് സക്സസ്, ദൈവാനുഗ്രഹം ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റി. സ്റ്റുഡിയോ സ്പേസ് ഉള്ളത്, പിന്നെ നമുക്ക് നല്ലൊരു വീട്. അതുപോലെ തന്നെ എടുത്തോരോ കാര്യം കേട്ടോ, നിതിൻ എനിക്ക് തോന്നുന്നു 2 എന്നോട് പറഞ്ഞിരുന്നു കംപ്ലീറ്റ്ലി ഈ എന്താണ് ടീം സെറ്റ് ചെയ്യാൻ പറ്റാനും, പിള്ളേർ ഡാൻസേഴ്സ് പിള്ളേർ അതിനെ സെറ്റ് ചെയ്യണം, ബാക്കിയുള്ള ഈ സ്റ്റുഡിയോ അതിനോ ടെൻഷൻ. അതെ 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 അതിന്റെ ഒപ്പം കട്ടാക്കിയിട്ട് മൂപ്പര് ഓടിയില്ല. കാരണം തീർച്ചയായും സാറ് ഞങ്ങൾ ആക്കിയിട്ട് വീട്ടിൽ പോയി കിടന്നില്ലേ, ഞങ്ങൾ പിന്നെ സ്റ്റേഷനിൽ സ്റ്റേഷനിൽ സമയത്ത് ആ റൂമിന്റെ കാര്യത്തിൽ വേണ്ടിയിട്ട് ഞങ്ങളോട് അരമണിക്കൂർ മണിക്കൂർ അവിടെ സംസാരിച്ച് അങ്ങനെ നിക്കത്തില്ല. അടിപൊളിയാണ്. കാരണം ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ എങ്ങനെയാണോ ചെയ്യേണ്ടത് അതെ 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 ഒരുപാടുണ്ടായിരുന്നു. അതെ അതെ ഡയറക്ടർ സുരേഷ് സാറാണെങ്കിലും വിദ്യയാണെങ്കിലും കൂടെ വന്ന എല്ലാവരും, നിധി ആണെങ്കിലും എല്ലാവരും നല്ല ഡെഡിക്കേഷൻ ആയിട്ട് ഞാൻ കണ്ടു. പുതിയതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്, പുതിയൊരു കൂട്ടം യുവാക്കളുടെ എന്താ പറയാ സംരംഭം എനിക്ക് തോന്നിയില്ല. തീർച്ചയായും പക്ക പ്രൊഫഷണൽ ആയിട്ടാണ് ഇവർ ചെയ്തത്. ഭയങ്കരമായിട്ട് പ്രതീക്ഷ, നമുക്കിതില് പ്രതീക്ഷ മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും സീക്വൻസ് ഇതിലുണ്ടോ നമ്മുടെ രസകരമായിട്ടുള്ള കാര്യങ്ങൾ? അല്ലെങ്കിൽ ഒരിക്കലും ഒരു 3-4 കിലോമീറ്റർ പോയിട്ട് ഓഡിറ്റോറിയം നോക്കാൻ പോയായിരുന്നു. ഓഡിറ്റോറിയത്തിനുള്ളിൽ ഞാനിങ്ങനെ അങ്ങനെ നിൽക്കും, കുറെ നമ്മുടെ ഫൈൻ വിശ്വാസം ഇങ്ങനെ നിൽക്കാണ്. ഇപ്പൊ കീ കിട്ടും പറഞ്ഞിട്ട് ലാസ്റ്റ് വിശക്കണം എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഹോട്ടലിൽ ഫുഡ് കഴിച്ചിട്ട് വായിക്ക് വെക്കണു. നിങ്ങൾക്ക് ഇവിടെ ഓഡിറ്റോറിയം ഇല്ല, ഒന്നുമില്ല, കഴിച്ചത് മൊത്തം അവിടെ നിന്നു. പിന്നെ ഓട്ടോ ആ സമയത്ത് രാവിലെ ഒന്നും കഴിച്ചു, എനിക്ക് തല കറങ്ങാൻ തുടങ്ങി. അത് എന്തൊക്കെ ഭക്ഷണം എന്തൊക്കെ ഓർഡർ ചെയ്തായിരുന്നു? ഒന്ന് ഒരു ബിരിയാണി, നല്ല പുറത്തൊരു വലിയ ബിരിയാണി. അല്ലല്ല, ഞങ്ങളില്ലായിരുന്നു എന്താണ് ഏതൊരു അറേബ്യൻ ബിരിയാണി, പിന്നെ ഫ്രൈഡ് റൈസ് പോലത്തെ വേറെ സംഭവം, ജ്യൂസ്. ഇതൊക്കെ കണ്ണിന് മുന്നിൽ വെച്ചിട്ടേ ടെൻഷൻ കഴിക്കില്ല. ഇച്ചിരി കഴിച്ചുള്ളൂ. അല്ല, എനിക്ക് മനസ്സിലായി. അടുത്ത പച്ചവെള്ളം കൊടുക്കാത്ത ടീമുകൾ ഡയറക്റ്റ്. അതെ അതെ. പക്ഷെ അത് ഭയങ്കര ഒരു സാധനമായിരുന്നു, അവസാനം കിട്ടിയില്ല. പിന്നെ നമ്മള് പുള്ളിക്കാരി തന്നെയാണ് നമ്മുടെ കൂടെ നിന്ന് അത് തന്നെയാണ് പുള്ളിക്കാരനെ വിളിച്ച്. അല്ല, ഇതിൽ ഓരോരുത്തരെയും പറയണം കേട്ടോ. ഞങ്ങളുടെ നായിക സൂര്യ പാർക്കിൽ വർക്ക് ചെയ്യുന്നു അല്ലെ, ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ ഇതിന്റെ കൂടെ ഞങ്ങളുടെ വേണ്ടതാണ് സെക്കൻഡ് ഹീറോയിൻ, പിന്നെ നിമിത, ഡാൻസേഴ്സ് ടീമിലുണ്ട്. കോട്ടയത്ത് നിന്നാണ് അവരുടെ ടീമുകളെല്ലാം. പിന്നെ ഞങ്ങൾക്ക് 2 ദിവസം ഷൂട്ടിന് വീട് തന്ന സുജിത് സാറ്, എല്ലാവർക്കും ക്യാമറമാൻ എക്സാക്ട്ലി. അതെ അതെ അതെ. ഇതിൽ പിന്നിൽ നിന്ന് പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, പിന്നെ നജീം ഏട്ടൻ ക്യാമറ പ്രൊഡ്യൂസർ. അങ്ങനെ ക്യാമറ പറഞ്ഞു നജീം ചേട്ടനോട് കാര്യം പറഞ്ഞു. അങ്ങനെ ചെറിയ പോർഷൻസ് എനിക്ക് നമുക്ക് രേഖ അങ്ങനെ അടങ്ങുന്ന കുറെ ടീം അല്ലേ, ബാക്ക് എൻഡിൽ നിൽക്കുന്ന ഒരുപാട് ടീമുകളുണ്ട്. അതെ 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 അതെ. വിട്ടുപോയിട്ടുണ്ടോ ആരെങ്കിലും? ഇതിനെ നമ്മൾ വന്ന വഴി ഒരിക്കലും മറക്കാൻ പാടില്ല. പ്രൊഡ്യൂസർ നമ്മൾ 2 പേരുടെ പേര് പറഞ്ഞു. പേര് നമുക്ക് റിവീൽ ചെയ്യണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ സ്നേഹത്തിന് അത് വളരെ റെയർ ക്വാളിറ്റി ആണ് അല്ലേ. അത് ഭയങ്കര എല്ലാവർക്കും
അതെ അതെ നമുക്കൊരു ബുദ്ധിമുട്ട് വന്ന സമയത്ത് അവിടുത്തെ പറഞ്ഞപ്പോൾ ടെൻഷൻ ആവണ്ട. നമ്മള് ഭയങ്കരമായിട്ട് ദൈവത്തെ പോലെ തന്നെ നല്ല സപ്പോർട്ട് ചെയ്യുകയും എല്ലാം. പ്രൊഡ്യൂസർ ലൊക്കേഷൻ ഓടുന്ന പരിപാടിയാണ്. ലൊക്കേഷൻ നോക്കാൻ പ്രൊഡ്യൂസറാ ഓടി. അതെ അതെ ശരിയാണ് ഉറപ്പായിട്ടും. അതെ അതെ 10 മണി. എനിക്ക് ഏറ്റവും രസകരമായത് 10 മണിക്കകത്ത് നമുക്ക് ഷൂട്ട് അവിടെ തീർത്തിട്ട് നമുക്ക് ഇറങ്ങണം. ലാസ്റ്റ് ക്ലൈമാക്സ് 10 മണിയുടെ സമയമുള്ളൂ. 9:45 സ്റ്റുഡിയോ നമുക്ക് ഈവൻസ് നടക്കുന്ന ഓഡിറ്റോറിയത്തിൽ 9:45 പ്രോഗ്രാം തീരുന്നില്ല. ഇത് എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് ഞാനിങ്ങനെ വിൽക്കുക. ഓരോരുത്തരുടെ ഡയലോഗ് പറയുന്നത് സെറ്റ് ചെയ്യുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു. അതിനിടയ്ക്ക് രസകരമായ സംഭവം പ്രതീക്ഷ നായകന് കൂടെ ചെമ്പ ലാസ്റ്റ് അതിനിടയ്ക്ക് റീല് ഞാൻ കണ്ടന്റ് എങ്ങനെയാണ്? രേണു സുധിയുടെ ചെമ്പനെ പ്രതീക്ഷ അല്ല ദിഗംബരൻ ലോക്ക് ചെയ്തിരിക്കുന്നു. പിന്നെ ഇതിൽ നമ്മള് വിട്ടുപോയ വലിയൊരു ബേസ്മെന്റ് സാധനം ഉണ്ടെന്നറിയോ? ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ കോൺസെപ്റ്റ് നമ്മളെല്ലാം പറഞ്ഞു കൊടുക്കുകയും അതിന്റെ ഡയലോഗ്സും ഉൾപ്പെടെ അതിന്റെ കഥാപാത്രം അല്ലേ അത്രയും നല്ല ബിൽഡ് ചെയ്തെടുത്തൊരു സാധനമുണ്ട്. ലെസ്ലിൻ എന്നാണ് പേര്. ഷീസ് ഫ്രം കൊച്ചിൻ. ആള് വരുന്നുണ്ട്. നമുക്ക് രേണുവിനെയും പ്രതീക്ഷനെയൊക്കെ പരിചയപ്പെടാനായിട്ട് ഇന്റർവ്യൂ കഴിഞ്ഞ ശേഷം വരും. അപ്പൊ അത് വലിയൊരു കൊച്ചിക്കാരിയാണ്. നമ്മൾ കോൺസെപ്റ്റ് പറഞ്ഞു കൊടുക്കുകയും ആള് ഇരുന്ന് ഞങ്ങളുടെ ഓവർ ദ ഫോണിൽ കൂടെ ഞങ്ങൾ ഇന്ററാക്ട് ചെയ്ത് അങ്ങനെ സ്ക്രിപ്റ്റുകൾ എഴുതി കൊണ്ടുവന്ന ഒരാളാണ്. നല്ല എക്സ്പീരിയൻസ് ഉള്ള ലേഡിയാണ്. അപ്പൊ വലിയൊരു താങ്ക് യു നമുക്ക് പറയേണ്ടതായിട്ടുണ്ട് അല്ലേ? നന്ദി പറയേണ്ടതായിട്ടാണ്. അതെ 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 കേട്ടു നമ്മൾ ഡിസ്കസ്. അതെ അതെ ഓക്കെ പറഞ്ഞത് കറക്റ്റ്. അതെ അതെ ശരിയാണ് അതെ 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 അഭിനയിക്കാം. അതെ പറഞ്ഞിരുന്നു കറക്റ്റ്. 2 പ്രാവശ്യമായിട്ട് അല്ല നിതിന് അതുപോലെ അല്ല അതില് വേറൊരു കാര്യം കൂടെ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ രേണുവിന്റെ ആക്ടിങ് വന്ന സമയം രേണുവിന്റെ ആക്ടിങ് കഴിഞ്ഞു തോന്നുന്നു അല്ലെ? ഷൂട്ട് കഴിഞ്ഞിട്ടാണ് ഞങ്ങളൊരു ഇന്ററാക്ഷനിലൂടെ രേണു ഒരുപാട് കാരണം ഇത്രയും ഫോളോവേഴ്സ് ഉള്ള ഇത്രയും നല്ല പരിചയത്തിലുള്ള ഒരാള് ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങൾ ആക്ച്വലി പുതിയതാണ്, ഞങ്ങളുടെ 3ാമത്തെ പ്രൊഫഷണൽ വേയിൽ ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അപ്പൊ രേണു ഞങ്ങൾ അല്ലെ ഞാനും ഇതിനും രേണു കൂടെ നമ്മൾ ഇരുന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് രേണു അത്രയും നമുക്ക് ഒരുപാട് മീഡിയാസ് ലെവലിൽ നമ്മളെ പരിചയപ്പെടുത്തി തരാനും അതുപോലെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. അതുപോലെ തന്നെ പ്രതീക്ഷ ആണെങ്കിലും ഇത്രയും ഫോളോവേഴ്സ് ഒരാള് വേണമെങ്കിൽ ഒരു ഹെഡ് വെയിറ്റ് വെക്കാം, പക്ഷെ വൈകിട്ട് ഞങ്ങളോട് നിൽക്കാനും ട്രെയിൻ ടൈമിനുള്ളിൽ വരെ നമ്മുടെ കൂടെ നിൽക്കാനും ലൊക്കേഷൻസ് മാറി വരുന്നതൊക്കെ നമ്മുടെ കൂടെ സ്കെഡ്യൂൾ ചെയ്ത് പോകാനും വരാനും ഒക്കെ നിന്നത് രണ്ടുപേരോടും ഒരുപാട് എല്ലാവരോടും പ്രത്യേകിച്ച് നിങ്ങൾ രണ്ടുപേരോടും ഒരുപാട് നന്ദി പറയേണ്ടതായിട്ടുണ്ട്. നന്ദി പറയുന്നത് നമുക്ക് പ്രതീക്ഷന്റെ ഷൂട്ട് സീൻ കഴിഞ്ഞിട്ടും നിന്നു. അതാണ് അതെ കറക്റ്റ് ലൊക്കേഷൻസ് പോയി സംസാരിക്കാനായിട്ട് ഒരു അതെ നമ്മുടെ ഒരു കൊളീഗായിട്ട് നിന്നു. അതെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു തീർച്ചയായും അതെ നമ്മുടെ ഒരു വലിയൊരു കുറെ നാൾ കൊണ്ട് ആലോചിച്ചിരുന്ന അല്ലെങ്കിൽ ഒരു വലിയൊരു സാധനമാണ് അത് വന്നപ്പോൾ കുറച്ചും കൂടെ ഒരു ബ്യൂട്ടിഫുൾ ആയി. പക്ഷെ അതിനകത്ത് എല്ലാവരും അല്ലേ വന്ന ഓരോ ചെറിയ സീൻസ് ചെയ്തപ്പോൾ എല്ലാവരും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തു എന്നുള്ളതാണ്. അതെ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ശരിയാണ്. അതെ ഡാൻസേഴ്സ് എന്ന് പറയുമ്പോൾ കോട്ടയത്ത് നിന്ന് പിള്ളേരാ. ഒരാഴ്ച നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പ്രാക്ടീസ് അതുപോലെ തന്നെ പുള്ളിക്കാരനും വർക്ക് തീർന്നു പോയതല്ലേ. എന്തായാലും അടിപൊളിയായിരുന്നു. സൂപ്പർ. നിങ്ങൾ ഇനി നമ്മൾ പറഞ്ഞു ഇനി നിങ്ങളുടെ മുന്നിലേക്ക് ഇത് എത്തും എന്ന അതെ തീർച്ചയായും ഞങ്ങൾ ഇതിന്റെ എഡിറ്റിംഗ് വർക്ക് എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഡേറ്റ്സ് അനൗൺസ് ചെയ്യുന്നതായിരിക്കും. പക്ഷെ അത് മാത്രമല്ല ഇതിൽ ഈ ഒരു അസോസിയേഷൻ ഈ ഒരു ഇന്റർവ്യൂവിൽ
ഞങ്ങൾക്ക് വേറൊരു മേജർ സാധനം ഞങ്ങൾക്ക് പറയാനുള്ളത്, അത് ഞാനല്ല ആക്ച്വലി അനൗൺസ് ചെയ്യേണ്ടത്, അത് ബിബിൻ തന്നെ പറയുന്നതായിരിക്കും കുറച്ചുകൂടെ അതിനൊരു ഭംഗി അല്ലേ. അപ്പൊ അതും കൂടെ ഞങ്ങളുടെ ഒരു വലിയൊരു പാർട്ടാണ്, അല്ലെങ്കിൽ അതും കൂടെ വേണം. അതിന് വേണ്ടിയും കൂടെയാണ് നമ്മൾ ആക്ച്വലി ഈ ഇന്റർവ്യൂവിന്റെ ഒരു മീനിങ് ഫുൾ, അല്ലെങ്കിൽ അത് പറയും എന്താ ബിബിനാണ് നീയാണ് പറയേണ്ടത് ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ അത് അതെ 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 പറയും 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 ബിബിൻ തന്നെ പറയും. എന്റേതായിട്ടുള്ള ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു. ഒത്തിരി നാളുകൊണ്ട് ഇങ്ങനെ മനസ്സിലിട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു. അപ്പൊ എനിക്കിത് അങ്ങനെ ചെയ്തപ്പോഴാണ് എനിക്ക് ഇതിലോട്ടൊരു എൻട്രി കിട്ടുന്നത്. ഞാൻ പ്രതീക്ഷ പരിചയപ്പെടുന്നു, രേണുവിനെ പരിചയപ്പെടുന്നു, ഈ ഒരു ടീമോട് എല്ലാം സഹകരിച്ച് നന്നായിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ തോന്നുന്നു ശരിക്കും ഇപ്പോഴാണ് റൈറ്റ് ടൈം. ഈ സമയത്താണ് ഞാൻ വർഷങ്ങളായിട്ട് ഞാൻ ഈ ഒരു പല ഓപ്പർച്യൂണിറ്റീസും എല്ലാം കൂടെ ആയിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരാളാണ് മനസ്സിലായി. അപ്പൊ എനിക്ക് ഇപ്പോഴാണ് തോന്നുന്നത്, ഇപ്പൊ എനിക്ക് നല്ലൊരു കോൺഫിഡൻസ് ആയി. പ്രതീക്ഷ സംസാരിച്ച പ്രതീക്ഷ ഇത്രയും ഫോളോവേഴ്സും വ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ് മനസ്സിലായത്. നമ്മൾ ആ ലെവലിൽ ബിഗിനേഴ്സ് ആണ്. അതിന്റെ ഒട്ടും അടുത്തുപോലെ എത്താൻ പറ്റാത്ത രീതിയിലുള്ള റീച്ച് പോലെ ഞങ്ങൾക്ക് ഇല്ലാത്ത വേറെ കാര്യം പറയട്ടെ. പ്രതീക്ഷ ഏറ്റവും വലിയ ക്വാളിറ്റി വന്ന് പ്രതീക്ഷയായിട്ട് സംസാരിച്ചു, ഞാൻ കുറെ ഡൗട്ട് ചോദിച്ചു, പ്രതീക്ഷ എല്ലാം പറഞ്ഞു. നെക്സ്റ്റ് മന്ത് യൂട്യൂബിന്റെ ഇൻകം വരെ പ്രതീക്ഷ എടുത്തെനിക്ക് കാണിച്ചു പറഞ്ഞു തന്നു. അതെ അതെ, പക്ഷെ എല്ലാവരും അങ്ങനെ പറഞ്ഞു കാണണമെന്നില്ല. ശരിയാണ് ശരിയാണ്, പേടിയാണ്. അതെ 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 അതെ. അല്ല ഒരുപാട് പേരുണ്ടല്ലോ. ഞാൻ പറയട്ടെ, ഇതിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, പുറമേ കാണുന്ന അല്ലല്ല രേണുവിനെ അല്ല അതെ 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 ആ പറയുമോ? അല്ല ഒരുപാട് പേര് കേട്ടോ ഞങ്ങളുടെ ട്രിവാൻഡ്രത്ത് വന്ന് ഞങ്ങളുടെ പിന്നെ കൂട്ടത്തിൽ നിന്ന് ഇന്റർവ്യൂ അല്ല സോറി ഷൂട്ട് കാണാനൊക്കെ വന്നവരൊക്കെ ഇത്രയേ ഉള്ളൂ രേണു ചേച്ചി, അല്ലെങ്കിൽ ഇത്രയേ ഉള്ളൂ രേണു. ആ ഫോട്ടോ എടുത്തു, ആ കൊളാബ് ചെയ്തു. അതെ അതെ അതെ. അല്ല നിങ്ങള് ഞങ്ങൾക്കിപ്പോ പരിചയം, അതെ അതെ ഞങ്ങൾക്കിപ്പോ ഇത്ര പരിചയമുണ്ട് അല്ലേ ഇതിനെ. പക്ഷെ ഇത് നിങ്ങൾക്ക് അറിയാത്തവർ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കണ്ട് ഈ ഓരോ റീൽസ് കാണുന്നതോ അല്ലെങ്കിൽ ഓരോ ബിറ്റ് പോർഷൻ കാണുന്ന രേണു സുധി അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഇവർ അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷെ ഞങ്ങൾക്ക് ലൈക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇവർ ഭയങ്കര സിമ്പിളാണ് കേട്ടോ, വളരെ സിമ്പിളാണെന്ന് മാത്രമല്ല ഏത് പുതിയ ന്യൂ ടീമിനോടൊക്കെ നമുക്ക് അസോസിയേറ്റഡ് കൂടെ നിൽക്കുകയും അതിനകത്ത് എങ്ങനെ റവന്യൂ ഉണ്ടാക്കി തരണം അല്ലേ, എല്ലാ പോർഷൻസും ഭയങ്കരമായിട്ട് രണ്ടുപേരും അതാണ് ഇതാണെന്ന് പറഞ്ഞുള്ള ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട്. ഞാനെന്ന ഭാവമില്ലാതെ അതെ അതെ അതെ, അതുകൊണ്ട് വേണമെങ്കിൽ കണ്ണാടി വെച്ചോളൂ, ഫുൾ ഡേ കണ്ണാടി വെച്ചോളൂ, കണ്ണാടി വെച്ചോളൂ. അതെ 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 അതെ, അതും ഒരു പോയിന്റ് കേട്ടോ. അത് ഹേറ്റേഴ്സ് ഒരുപാട് പേര് കമന്റുകൾ, മോശം കമന്റുകൾ പറയുന്നവർ ഇപ്പൊ തിരിച്ച് ഭയങ്കരമായിട്ട് നല്ല പോസിറ്റീവ്ലി പറയുന്നുണ്ട്. അത് ഭയങ്കര ഒരു തിരിച്ചടിക്കും. പിന്നെ ഉറപ്പായിട്ടും കാലമല്ല കാലം 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 കമന്റ് ചെയ്യല്ലേ ചേച്ചി, ഒറ്റയ്ക്ക് കഴിവെട്ടിയെന്ന് പറയടാ. ചില ആൾക്കാരൊക്കെ നെഗറ്റീവ് ഞാനായിരിക്കും കണ്ടിരിക്കണ്ടോ ഈ പറയുമ്പോൾ ആള് ടൈപ്പ് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോ എവിടെ നമ്മൾ മനസ്സിൽ അപ്പൊ ഞാൻ തെറിയൊക്കെ പോലെ തന്നെ പച്ചക്ക് വായതിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടോ ഞാൻ പിടിച്ച് അപ്പൊ തന്നെ കളിയാ സാധനമൊക്കെ എടുത്തിട്ട് അങ്ങനെ ആ സംഭവം ഉണ്ട് നമുക്ക് പറയട്ടെ. മുമ്പേ മനസ്സിൽ വെച്ച് സംസാരിക്കുന്നില്ല, പറയേണ്ടതൊക്കെ ഓപ്പണായിട്ട് എല്ലാം പറയും. അയ്യോ അപ്പം ഞങ്ങള് ഇത് ബിബിൻ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പോയിന്റ് ഞങ്ങൾ ഇന്ററപ്റ്റ് ചെയ്തു. ഓക്കെ പറഞ്ഞു ടോപ്പിക് ഡീവേറ്റഡ് ആയി. ഹീറോയിനും അതെ 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 ഞങ്ങൾ അതെ അതെ അത് ഞങ്ങള് അതെ അതെ ബിബിന്റെ സ്വന്തം ചാനലാണ്. അതിന്റെ ബാനറിൽ സൂരജ് തന്നെ ഡയറക്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതില് ശരിക്കും പറഞ്ഞ പോലെ ഇത് 2 സീനിലേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇതില് എന്റെ ഒരു ഫുൾ പ്രതീക്ഷ ശരിക്കും അത് ഒരുപാട് പേര് ചിന്തിക്കുകയും
അതെ 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 വെറൈറ്റി ആണോ? വെറൈറ്റിയാണ് ഇപ്പോഴത്തെ നിങ്ങളുടെ സോഷ്യൽ, അതായത് ഇപ്പൊ നിങ്ങൾ സ്റ്റോറി പറയാൻ പറ്റില്ല. അല്ല രേണു ഒരുപാട് പറ്റൂല. പക്ഷെ നമുക്ക് ഇതുപോലും പറയാൻ പറ്റൂല. അത്ര അല്ലല്ല സർപ്രൈസ് അല്ല, ഒരു വെറൈറ്റീസ് ആണ്. അതെ അതെ പ്രേക്ഷകർ എന്താണോ ആഗ്രഹിക്കുന്നത് വിപിൻ അതെ 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 വിപിൻ പറഞ്ഞ പോലെ ഒരുപാട് ചിന്തിപ്പിക്കാനും ചിന്തിപ്പിക്കാനും തമാശകളും ഒക്കെ പല നടന്നു പോകുന്ന സാധനമാണ്. അതെ 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 ക്രസ്റ്റി മീഡിയ എന്റർടൈൻമെന്റ് ചാനലിന്റെ പേര് യൂട്യൂബ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഉണ്ട്. അതെ അതെ എല്ലാം മാക്സിമം നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ തന്നെ പുള്ളി ഈ സബ്ജക്റ്റ് പറയുമ്പോൾ, അതായത് നമ്മുടെ ഷൂട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കോസ്റ്റ്യൂംസ് കാര്യങ്ങളൊക്കെ കൊണ്ടു കൊടുക്കുന്ന സമയത്ത്, അതായത് ഇപ്പം ഞാൻ ഈ ടീമിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ പുള്ളിയുടെ ഡയറക്ടറാണ്, അതായത് പുള്ളിയുടെ ഓഫീസിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഒരു ബന്ധം അല്ല ഞങ്ങളുടെ അതിന് മുന്നേ ഒരു കാര്യം പറയാം. ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു പേഴ്സണൽ, ഇപ്പം ഞാനായാലും വിപിനായാലും ഒക്കെ ഞങ്ങള് വിപിൻ പറഞ്ഞു, ഞാൻ എന്റെ കാര്യം പറയാം, എന്നിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞു. വിപിൻ എന്ത് ചെയ്യും, നിന്റെ പ്രൊഫഷൻ പറഞ്ഞു, ഞാൻ എന്ത് പറഞ്ഞു. കോർപ്പറേറ്റ് കമ്പനിയിൽ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തവരാണ്. അതെ 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 പിന്നെ എന്താണ് ബിസിനസ് കാര്യങ്ങളെല്ലാം പഠിച്ചിട്ട് അതെ 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 സെയിൽസിൽ കൂടുതൽ ഇൻവോൾവ് ആയപ്പോൾ ഞങ്ങൾക്ക് ബിസിനസ് ആണ് റേസ് ആയി മാറി. അങ്ങനെ സൂരജിനായിട്ടുള്ള ഒരു ഓൺ കമ്പനി സ്റ്റാർട്ട് ചെയ്തു. ഞാനും എന്റെ രീതിയിൽ ഒരു ഓൺ കമ്പനി സ്റ്റാർട്ട് ചെയ്തു. ഞാനിപ്പോ ഒരു കമ്പനി ഫസ്റ്റ് ബാങ്കിങ് സർവീസസ് എന്നാണ് കമ്പനിയുടെ പേരാണ്. ഫസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ ചാനലിന്റെ പേര് ഫസ്റ്റ് മീഡിയ എന്റർടൈൻമെന്റ് ആണ്. ഫസ്റ്റ് ബാങ്കിങ് സർവീസ് കണക്റ്റഡ് ആണ്. ഇപ്പൊ നമ്മുടെ ബാങ്കിങ് ലൈസൻസ് ഉണ്ട്. അപ്പൊ ആ രീതിക്ക് ഒരു ചെറിയൊരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനായി റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രധാനത്താണ് കമ്പനിയുടെ ഇതെല്ലാം വരുന്നത്. 3 ബ്രാഞ്ച് ഉണ്ട്, ഒരു 40ഓളം എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ട്. അതെ 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 അതുപോലെ തന്നെ ഞങ്ങളുടെയും അത് തന്നെയാണ്. ഒരു പാഷന്റെ ഭാഗമായിട്ടാണ് അതെ 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 മീഡിയ എന്നുള്ള ചാനൽ റൺ ചെയ്യുന്നതും അതിന്റെ കൂടെ ഞങ്ങൾ ഈ പറയുന്ന രീതിയിൽ ആക്ടിങ് നമ്മുടെ പാഷനായിട്ട് കൊണ്ടുവന്നു. സെയിം ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത് അറിയാം സൂരജും ഉള്ള ആക്ടിവിറ്റീസിലൊക്കെ എൻഗേജ് ആയിട്ടുള്ള ഒരാളാണ്. കണക്ട് ആയി ഞങ്ങൾ. അതെ തീർച്ചയായും പരസ്പരമുള്ള ഒരു കണക്ഷൻ തീർച്ചയായും അതെ അതെ നിമിത്തമായിട്ട് തന്നെ പരിചയപ്പെടാൻ പറ്റി. അതെ ഡ്രാമ ക്ലബിന്റെ ചാനൽ, യൂട്യൂബ് ചാനല്, സൂരജിന്റെ പുതിയ ഓരോ വർക്കിന്റെ കാസ്റ്റിംഗ് കോൾ മുതൽ എല്ലാ സംഭവം ഡ്രാമ ക്ലബ് ചാനല്, മീഡിയ എന്റർടൈൻമെന്റ്. അപ്പൊ ഈ 2 ചാനലും വരുന്നതായിരിക്കും. ആക്ടിങ് ഇഷ്ടമുള്ള ആൾക്കാർ, പുതുമുഖങ്ങൾക്ക് ഒരുപാട് അവസരം നൽകുന്ന 2 ആൾക്കാരാണ്. ഫസ്റ്റായിട്ട് പുതിയ വർക്കിലേക്ക് കാസ്റ്റിംഗ് എന്തായാലും ചെയ്യും. ഫസ്റ്റായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അവരുടെ അപ്ഡേറ്റ് വരുമ്പോൾ കറക്റ്റ് ആയിട്ട് അവർക്ക് അല്ല മെനഞ്ഞാന്ന് വേണു ഞങ്ങൾക്ക് ഒരാളെ സജസ്റ്റ് ചെയ്ത് തന്നില്ലേ, ഓർമ്മയില്ല? അത് നമ്മൾ ഞാൻ ബിപിനോട് പറഞ്ഞിരുന്നു. ശരത്ത് യെസ് പറഞ്ഞിരുന്നു. അതുപോലെ ഞങ്ങൾക്കും ഒരു ഫേം ഉണ്ട്. അതിൽ ഞാനും നിതിനും ഒരുമിച്ച് ഞങ്ങൾ നിൽക്കുന്നതാണ്. ഞങ്ങളുടെ ഫേമും ഞങ്ങളൊരു പ്രൈം ക്യാപിറ്റൽസ് എന്ന് പറയും. ഞങ്ങൾ 5 ഡയറക്ടേഴ്സ് ആണുള്ളത്. അതിൽ വൺ ഓഫ് ദി സ്റ്റേക്ക് ഹോൾഡർ ആണ്. ആൻഡ് ട്രിവാൻഡ്രം ആണ് ഞങ്ങളുടെ ഒരു ബ്രാഞ്ച് എന്ന് പറയുന്നത്. എനിക്കൊന്നും രേണുവിനും പ്രതീക്ഷന് അറിയാൻ തോന്നുന്നു. പ്രൊഫഷൻ എന്താണെന്ന് അറിയാം, രേണു അറിയില്ല. അതെ നമ്മൾ പ്രതീക്ഷിന് പക്ഷെ 2 ദിവസം വന്നത് കൊണ്ട് പ്രൊഫഷൻ അറിയാം. അപ്പൊ ഞങ്ങള് അതെ 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 അപ്പൊ ട്രിവാൻഡ്രം ഞങ്ങൾ 2 പേരാണ്, ശ്യാമും ഞാനും ഹെഡ് ചെയ്യുന്നു. പിന്നെ ഒരു അപ്പം അതില് പിന്നെ കൊച്ചിയിൽ ഒരാളുണ്ട്, മഹേഷ് എന്ന് പറയും. ഞങ്ങൾ 3 പേരുമാണ് ഇപ്പം അതിൽ ആക്റ്റീവായിട്ട് ഞങ്ങൾ നിൽക്കുന്നത്. പിന്നെ എൻ്റെ കൂടെ ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഇയാള്, നിതിൻ എന്നാണ്. അറിയാമല്ലോ, പറഞ്ഞു കൊടുത്തു ബാക്കി പറഞ്ഞ് കണ്ടിന്യൂ ചെയ്തു. അതെ ഓക്കെ. അപ്പൊ ഞാനാണ് പുള്ളി. ഞാൻ ഇതിന് മുന്നേ എന്ന് വെച്ചാൽ ഞാൻ ഈ ഫിലിം ഫീൽഡ് തന്നെയായിരുന്നു. ഞാൻ ഒരു ഞാനൊരു ഡിഗ്രി കഴിഞ്ഞ സമയം തൊട്ട് ഞാൻ സീസൽ പ്ലേയേഴ്സിനെ വെച്ച് ഞാൻ ഒരു അതിൽ അസിസ്റ്റന്റ് ഡയറക്ടർ തന്നെയായിരുന്നു. ഞാൻ ഡയറക്ഷൻ ഫീൽഡ് തന്നെയാണ് ഞാൻ ക്യാച്ച് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സീസൽ പ്ലേയർ വെച്ചിട്ട് ഞാനൊരു വെബ് സീരീസ് കാര്യങ്ങളൊക്കെ ചെയ്തു. അത് അത്യാവശ്യം യൂട്യൂബിൽ റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വീട്ടിലെ പ്രശ്നങ്ങളും കാര്യങ്ങളും കൊണ്ട് ആ പ്രൊഫഷൻ ഞാൻ സ്റ്റോപ്പ് ചെയ്ത് പിന്നെ ഞാൻ സെയിൽസിലോട്ട് ഇറങ്ങി. അപ്പോൾ പിന്നെ ആദ്യമൊക്കെ ഞാൻ വർക്ക് ചെയ്തിരുന്നത് SBI കാർഡ്സിലായിരുന്നു. അതിന് ഞാറാൻഡി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ നിന്നും പോയി അവിടെ ഒരു 1 ഇയർ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പുള്ളിയെടുത്തേക്ക് വരുന്നത്. അപ്പോൾ ഞാൻ വന്ന സമയത്ത് പുള്ളി അതേ പറ്റി അങ്ങനെയാണ് ഞാൻ അവിടെ ഇന്റർവ്യൂവിന് വരുന്നത്. ഇന്റർവ്യൂവിന് വന്നു കഴിഞ്ഞ് സംസാരിച്ചു.
സംസാരിച്ചു. അത്യാവശ്യം ഞാൻ അവിടെ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 10 മന്തായി ഞാൻ വർക്ക് ചെയ്യുന്നു. അപ്പോൾ എൻ്റെ പ്രൊഫഷനായിട്ട് കേസ് ചെയ്യാൻ പറ്റുന്ന ഒരു, അതായത് ഒരു ഡയറക്ടർ എന്നുള്ള ഒരു ബ്രദറി ഫ്രണ്ട്ഷിപ്പാണ് നമ്മൾ തമ്മിൽ. ഈ പ്ലാൻ സ്റ്റാർട്ട് ചെയ്ത് തൊട്ട് ഞാൻ പുള്ളിയുടെ കൂടെയാണ്. എൻ്റെ വീട് ഞാൻ കണ്ടിട്ടില്ല, ഞാൻ പുള്ളിയുടെ കൂടെയാണ്, ഫുൾ ടൈം പുള്ളിയുടെ കൂടെ തന്നെയാണ്. കാണിക്കാം. ഇത് കഴിഞ്ഞ ഉടനെ ഇത് കാണിക്കാം. അച്ഛനമ്മ വിളിക്കുന്നുണ്ട്. അപ്പൊ പറഞ്ഞ് ഇവിടുന്ന് പോയിട്ട് എത്ര നാളായി? പറഞ്ഞു കുറച്ച് ദിവസമായി. വഴി അറിയാമോ? ഞാൻ അറിയാം. ഗൂഗിൾ മാപ്പ്. അപ്പൊ അങ്ങനെ നിന്നു. അപ്പോ അത്യാവശ്യം എന്റെ പാഷനായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന കമ്പനിയാണ്. അപ്പൊ അത് രണ്ടും ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റും എനിക്കിപ്പോ. അപ്പൊ അതുകൊണ്ട് ആ ഒരു സന്തോഷം എനിക്കിപ്പോ ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ നമ്മുടെ ഈ ഷൂട്ട് പ്ലാൻ ചെയ്യുന്നത്. ഞാൻ ഫുൾ ടൈം പുള്ളിയുടെ കൂടെ ഉണ്ട്. അതിനിടയ്ക്ക് നമ്മൾ തമ്മിൽ വാക്ക് തർക്കങ്ങൾ കാര്യങ്ങൾ എവിടെ നടക്കുമോ, ഇങ്ങനെ സീൻസ് പുള്ളിക്കാരൻ ഒരു ടെൻഷനാണ്. അതായത് എല്ലാ കാര്യങ്ങളും കറക്റ്റ് വേയിൽ നടക്കണം പുള്ളി. അല്ല, അതിലൊന്ന് കണക്ട് ചെയ്ത് പറയാം. ഈ ടെൻഷൻ വരാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഡ്രാമ ക്ലബിന്റെ ഞങ്ങളുടെ 3ാമത്തെ പ്രൊഫഷണൽ രീതിയിൽ ചെയ്തൊരു സാധനമാണ്. ആദ്യമേ ഞങ്ങൾ ചെയ്തൊരു കിരൺ എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് ആയിരുന്നു. അത് എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരാളാണ്. നമ്മൾ വന്ന വഴി ഒരിക്കലും ഉറങ്ങാൻ പാടില്ല. സുജിത്ത് എന്ന് പറഞ്ഞൊരു പയ്യനാണ്, ഡാൻസറാണ്. അത് കഴിഞ്ഞ ശേഷമാണ് 2ാമത് 2 ഫേസ് ചെയ്തത്. അതിൽ ആക്റ്റീവായിട്ട് ഷിജു ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഏറ്റവും ആത്മാർത്ഥമായ ഫ്രണ്ട് മീനു, പിന്നെ സെറിൻ, ഇവരൊക്കെ ആയിരുന്നു ആ ബാച്ചിലുണ്ടായിരുന്നു. പിന്നെ എതു. അത് ഫ്രണ്ട്സിന് ഇടയ്ക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ രേണു നമ്മൾ ഇരിക്കുക, നമുക്കൊരു ചായ കുടിക്കാൻ പോകാം, അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ പോകാം എന്ന് പറഞ്ഞ പോലെ നമുക്കൊരു സിനിമ എടുക്കാം. 3 ദിവസം ഷെഡ്യൂൾ ചെയ്യുന്നു, ഫോണിനകത്തോ അല്ലെങ്കിൽ ക്യാമറയിലോ ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ. ബഡ്ജറ്റ് ചിലപ്പം 10-15 രൂപ ആയിരിക്കും. പക്ഷേ ഇതായിരുന്നു നമ്മൾ കറക്റ്റ് പ്രൊഡ്യൂസർ അല്ലെങ്കിൽ അതിനകത്ത് എല്ലാ മേഖലകളിലും ആളെ വെച്ച് നമ്മൾ ചെയ്തൊരു സാധനം. അപ്പോൾ അതിൻ്റെതായ ടെൻഷൻസ് വരും. പിന്നെ ഓടി നടക്കാൻ ടീം മാത്രമേ ഉള്ളൂ. നമുക്കിതിൽ സബ്ബായിട്ട് വേറെ ടീമില്ല. അപ്പം ആ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ ഇല്ലാതെ ചേട്ടാ നടക്കും. അതായത് ഡയറക്റ്റ് വിട്ടു, സാറ് ബോസ് ചേട്ടാ ടെൻഷൻ ആവേണ്ട, എല്ലാ കാര്യങ്ങളും കൂടെ ഉണ്ട്, സപ്പോർട്ടായിട്ട് നിന്നാലേ. അങ്ങനെ നമ്മൾ 3 ദിവസം കൊണ്ട് തന്നെ, അതായത് ആ ഒരു നമ്മൾ 3 ദിവസം 2 ദിവസം കൊണ്ട് തീർക്കുമായിരുന്നു. പക്ഷെ ആ ഒരു ഡാൻസ് സബ്ജക്റ്റിൻ്റെ അത്യാവശ്യം നമ്മൾ എടുക്കുന്നെങ്കിൽ നല്ല രീതിയിൽ എടുക്കണം. പ്രേക്ഷകരിൽ ചിന്തിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ആ ഡേ മാറ്റിയിട്ട് വീണ്ടും 3ാമത്തെ ഡേയും കൂടെ വെച്ച് നമ്മൾ കംപ്ലീറ്റ് സക്സസ്ഫുള്ളി അപ്പൊ നമ്മുടെ ഈ ഷൂട്ടെല്ലാം കഴിഞ്ഞ് ഞാൻ പുള്ളിയെടുത്ത് ഡ്രസ്സ് പേര് ഞാൻ ചെയ്യാനുള്ളൂ. ചേട്ടൻ ഞാൻ ഇവിടെ എത്തി. അപ്പോൾ ഡ്രസ്സ് അപ്പോൾ ലൊക്കേഷൻ എനിക്കറിയത്തില്ല, പുള്ളിയാണ് പോയി കോസ്റ്റ്യൂംസ് കാര്യങ്ങൾ എടുത്ത് ഞാൻ കോസ്റ്റ്യൂംസ് ആണ് നമ്മുടെ കോസ്റ്റ്യൂംസ് ആണ് ശാസ്ത്രമൊക്കെ. അതെ, കുറവാൻ പോകത്തുള്ള. അപ്പോൾ അത് കോസ്റ്റ്യൂം കൊണ്ട് കൊടുക്കുന്ന സമയത്താണ് പുള്ളിക്കാരൻ്റെ അടുത്ത് പറഞ്ഞാൽ ഇതിനെ എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കോസ്റ്റ്യൂം കൊണ്ടു കൊടുക്കുന്ന സമയത്താണ് ചേട്ടൻ വേണ്ട എനിക്ക് നിങ്ങളുടെ ഒരു കാര്യം സംസാരിക്കുന്നുണ്ട്. ഞാൻ പിന്നെ ഭഗവാൻ അടിയുള്ള കേസ് വല്ലതാണ്. അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും ചേട്ടാ ഞാൻ ഇവിടെ ഉണ്ട്, ഒരു 10 മിനിറ്റ് നീ അവിടെ ഞാൻ എന്താവുന്നു പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മൾ ചെന്നപ്പോഴാണ് ഇതിന് ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ഉണ്ട്, നമുക്കത് ചെയ്യണം. അപ്പോൾ പറഞ്ഞു ചേട്ടാ കഥ എൻ്റെ അടുത്ത് ഓൾമോസ്റ്റ് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓക്കെ, ട്രെൻഡിങ് ആണ്. അതായത് നിങ്ങൾ രണ്ടുപേരും ചെയ്തിട്ടില്ലാത്ത ഒരു ക്യാരക്ടറാണ്, പ്രേക്ഷകർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഇവിടെ സൂരജ് ഇട്ടെന്ന് പറയണം, സൂരജ് ഡയറക്ടറാണ്, നമുക്ക് ഈ പടം ചെയ്യണം. അപ്പോൾ ചേട്ടാ നമുക്ക് ചെയ്യാം, കുഴപ്പമില്ല. അങ്ങനെ ഞാൻ അപ്പം തന്നെ ഞാൻ ഫോണിൽ സൂര്യചാരനെ വിളിച്ച കാര്യം ഞാൻ ഇങ്ങനെ ഒരു പുള്ളിക്കാരെ ടീം പറഞ്ഞു. അപ്പം നമ്മൾ ലാസ്റ്റ് നമുക്ക് ഷൂട്ടിൻ്റെ ആ സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടാണ് ഞങ്ങൾ പുള്ളിക്കാരെ വിളിക്കുന്നത്. പുള്ളിക്കാരി ഓക്കെ, പ്രതീക്ഷയായിട്ട് നമ്മൾ സംസാരിച്ചു. പ്രതീക്ഷ ഇങ്ങനെ ഒരു കേസ്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഇല്ലെങ്കിൽ അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞാൽ തന്നെ, നമ്മുടെ റിലീസ് കഴിഞ്ഞാൽ തന്നെ ഉടനെ നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതെ അതെ മാറി 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 എക്സാക്ട്ലി അതെ എക്സാക്ട്ലി കഴിയും സപ്പോർട്ടും കാര്യങ്ങളും. അതെ നമ്മൾ ഒരുപാട് അതെ 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 തീർച്ചയായും തീർച്ചയായും ധൈര്യം കിട്ടിയത്. അതെ അതെ തീർച്ചയായും കാണിക്കാം. അതെ 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 മനസ്സിലാക്കി തന്നു. അതെ 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 ഞാൻ അങ്ങോട്ട് പറഞ്ഞില്ല, ഞാനൊരു ഫോട്ടോ എടുത്തോണ്ട് കൊളാബിയാണ്. അതെ 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 എന്നിട്ട് എനിക്ക് പോയിട്ട് മെസ്സേജ് ചെയ്യാൻ ഒരു പേടിയാണ്. അടുത്ത ദിവസം നോക്കിയപ്പോ
കൊളാബ് ചെയ്ത് അല്ല ഇങ്ങോട്ട് പറയൂ അല്ലേ ചെയ്യാത്ത കേട്ടില്ല നിന്റെ അടുത്ത് ആരെങ്കിലും പറഞ്ഞു കൊളാബ് ചെയ്യുന്ന കൊളാബ് ചെയ്യേണ്ട ഓ അത് ശരി അത് ശരി അതെ, അതെ. ഇങ്ങോട്ട് ഒരു അല്ല ഞങ്ങളുടെ എല്ലാം അങ്ങനെയായിരുന്നു അല്ലേ ഇതിന് പേഴ്സണലി എടുത്തു അല്ല ഞങ്ങളുടെ എല്ലാ ഫോട്ടോ അല്ല ഇത് വിപിന്റെയും രേണുവിന്റെ സ്വീകാര്യതയാണ് തീർച്ചയായും തീർച്ചയായും ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ ഇൻസ്റ്റാഗ്രാമിൽ എടുത്ത രേണു വന്ന് എടുത്തിട്ടുള്ള രേണുവിന്റെ ഫസ്റ്റ് സീൻ നമ്മൾ ബിഹൈൻഡ് ദ ക്യാമറയിൽ ഷൂട്ട് ചെയ്തൊരു സാധനം നമ്മൾ ഇൻസ്റ്റയിൽ ഇട്ടു ഇതുവരേക്കും ഒരു 130 1,60,000 ക്രോസ് ചെയ്തു കഴിഞ്ഞു ഫസ്റ്റ് നമ്മൾ എടുത്ത സാധനോ അതെ 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 സഹകരിക്കുന്നുണ്ട് ആക്ടിവിറ്റി അതെ ഉണ്ടാവുന്നില്ല അതെ 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 തീർച്ചയായും അല്ല അതാണ് ഏറ്റവും വലിയ സാധനം അതാണ് രേണു ഇപ്പൊ ഇവർക്ക് അഭിനയിച്ച് പോകാം നിങ്ങൾ എവിടെയോ കാസ്റ്റ് ചെയ്യൂ നിങ്ങൾ എവിടെ വേണമെങ്കിലും നിങ്ങൾ അത് ഇൻപുട്ട് ചെയ്തോളൂ കുഴപ്പമില്ല അല്ലെങ്കിൽ സാധനമായിട്ടുള്ള പ്രശ്നമില്ല പേയ്മെന്റ് വാങ്ങാൻ പോവാം അതാണ് ഏറ്റവും വലിയ സാധനം എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഇത് പറയുമ്പോ അവർ ചോദിക്കുന്ന രേണു സുധി ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ അല്ല ഇല്ല ഇതിനെ ഞങ്ങളുടെ അതെ അതെ അല്ല ഞങ്ങളുടെ ചാനലില് ഇത് ഞങ്ങളുടെ വേറൊരു ചാനലിൽ കൊടുക്കാം എന്നൊരു പ്ലാനിലൊക്കെ വന്നപ്പോൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്ത കാര്യം രേണു ഈ രീതിയിലുള്ള സജഷൻസ് തരുന്നുണ്ട് എന്ന് പറയുമ്പോൾ അവർ ചോദിക്കുന്നത് അവരിങ്ങനെ തരുന്നുണ്ടോ അല്ലെങ്കിൽ അവരിങ്ങനെ ചെയ്യുന്നുണ്ടോ എന്താണ് ആവശ്യം അപ്പൊ അങ്ങനെ നമ്മൾ എത്രയും സപ്പോർട്ട് പ്രതീക്ഷ ആയാലും ശരി അപ്പൊ അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് അത് അതെ വരുന്ന പ്രോജക്റ്റും അതെ അതെ ഞങ്ങളുടെ പടത്തിന്റെ പേര് ലെറ്റ്സ് ഡാൻസ് ലൈഫ് എന്നാണ് അതെ ഇതാണ് ഞങ്ങൾ ഇത്രയും പേരല്ല ഇനിയും ബാക്കിൽ ഒരുപാട് ക്രൂ മെമ്പേഴ്സ് ഉണ്ട് അപ്പൊ അവരെല്ലാവരും വന്നിട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അനുഗ്രഹിക്കുക ഞങ്ങൾ അത്രയും ഞങ്ങളുടെ ഇപ്പൊ എല്ലാ സിനിമകൾക്കും അതിൻ്റെതായിട്ടുള്ള എഫേർട്ടും അല്ലെങ്കിൽ അതിന്റെ കഠിനാധ്വാനവും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇതും ഞങ്ങൾ അത്രയും നല്ല രീതിയിൽ എടുത്തിട്ടുള്ള സാധനമാണ് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ള വിശ്വാസം തന്നെ ഞങ്ങൾക്കുണ്ട് എല്ലാവരും ഓരോരുത്തരും നല്ല രീതിയിൽ ഇതിനെ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് എല്ലാവരും അത്രയും ക്ലോസ് ടു ഹാർട്ട് ആയിട്ട് തന്നെ എടുത്തിട്ടുള്ള പടമാണ് എല്ലാവരും അതെ അതെ എല്ലാവരോടും വളരെ നന്ദിയായിട്ട് പറയുകയാണ് അതുപോലെ ഞങ്ങളുടെ പുതിയ വരാൻ പോകുന്ന അപ്കമിങ് പ്രോജക്ട്സ് എല്ലാം ഇനി വരാൻ പോകുന്ന എല്ലാം ഒരുപാട് പേർക്ക് അതെ അതെ അതും പറയുകയാണ് ഒരുപാട് പേർക്ക് അവസരമുണ്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ഞങ്ങൾ വിവരനെയൊക്കെ കോൺടാക്ട് ചെയ്യുന്നത് മീഡിയാസ് ഞങ്ങളുടെ മീഡിയാസ് നിങ്ങൾക്ക് വരാവുന്നതാണ് പ്രൊമോഷൻസ് എക്സാക്ട്ലി വിളിച്ചു തരുന്നത് അതെ മീഡിയയിലേക്ക് വരാം മീഡിയയിലേക്ക് വരാം കണ്ടുപിടുന്നതാണ് വൈൻഡപ്പ് ചെയ്തു ബൈ